എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതാ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ച സാധനം കണ്ടാൽ ശരിക്കും ഞെട്ടിപ്പോവും കേട്ടോ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എവിടുന്നാണെന്നറിയില്ല, കുറേ ബാഗുകളുണ്ട് കയ്യിൽ. സ്വന്തം വീട്ടിൽ താമസിക്കാൻ പോയിട്ട് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഈ പാക്കറ്റ് മാത്രമല്ല കേട്ടോ, 2 സൈക്കിളും കൂടി നമുക്ക് എടുക്കാനുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സൈക്കിൾ മാത്രമായിട്ടായിരുന്നു വന്നത്. ഇവിടെ നിന്നായിരുന്നു 2ാമത്തെ സൈക്കിൾ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകുമ്പോൾ 2 സൈക്കിളും കൂടി എടുക്കാനുണ്ട്. ഇതൊക്കെ എവിടെ വെച്ചിട്ട് പോകുന്നായിരുന്നു സിജുവാട്ടൻ്റെ മുഖത്തെ ടെൻഷൻ. അപ്പം ഞങ്ങൾ കാറിൻ്റെ ബാക്ക് സീറ്റൊക്കെ താഴ്ത്തി വെച്ച് 2 സൈക്കിളും എടുത്തു വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 2ഉം കാറിലേക്ക് കയറ്റാൻ ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ഒരുവിധം സൈക്കിളും ബാക്കി ബാഗുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ്. അവിടുന്ന് ഇനി വൈകുന്നേരം മാത്രമേ നമ്മൾ തിരിച്ചു പോകുള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ അമ്മയും അച്ഛനും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഗൗരിക്കുട്ടി ആച്ചൂട്ടനൊക്കെ അച്ഛൻ്റെ കാറിലാണ് കയറിയിട്ടുള്ളത്. കാരണം അവരുടെ കൂടെ ഇനി മാമിയും മാമിയുടെ മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ അവസാനമായിട്ട് ഇതാ ഞാൻ എൻ്റെ വീടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് യാത്ര തുടരുകയാണ്. അപ്പോൾ എൻ്റെ പിറകിൽ കാണാൻ നിങ്ങൾക്ക് നമ്മുടെ സാധനങ്ങൾ ഒരു ലോഡ് തന്നെയുണ്ട്. നമുക്കിനി വീട്ടിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. കുട്ടികളെ സ്കൂൾ തുറക്കാൻ സമയമായി, അവരുടെ ബുക്സ് വാങ്ങണം, കവർ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഒന്ന് അവസാനമായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ ആൻറ്റീൻ്റെ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ അച്ഛൻ്റെ വണ്ടി കാണുന്നുണ്ട്. പിള്ളേരൊക്കെ അടിപൊളി മൂഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തളിപ്പറമ്പ് എത്താറായപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി മഴ. അങ്ങനെ അവസാനം നമ്മൾ ഹൈവേ ഒക്കെ പിന്നിട്ട് ഒരു കട്ട് റോഡിലൂടെ നമ്മുടെ കിയ്യാറ്റൂരേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പുതിയ ഹൈവേ റോഡിൻ്റെ പണി നടക്കുന്ന ഒരു സ്ഥലം. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ഈ റോഡ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ മഴ തുടങ്ങിയ പിന്നെ നല്ല ചളി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ മുമ്പോട്ട് പോയിട്ട് നമ്മൾ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറേ നേരം വർത്തമാനം പറച്ചിലും കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെ കൂടി കാണിച്ചു തരാം. ഇവിടെ 1-2 പേഷ്യൻ കാറ്റ് ഉണ്ട്. അതിലൊരു കുഞ്ഞിനെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വെള്ള പൂച്ച. അപ്പോൾ എല്ലാവരും അതിനെ എടുത്ത് താലോലിക്കലായിരുന്നു. കാരണം അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല പഞ്ഞി കെട്ടുപോലെയുണ്ട്. പിന്നെ നമ്മുടെ പാറുകുട്ടിയത് എല്ലാവർക്കും മുട്ടായിയൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. അപ്പം ഞാനിവിടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്, വല്ലതും തിന്നാൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മക്കളെ 3 പേര് നല്ല വൈബിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അനിയൻ കുട്ടൻ. അവനെന്തോ തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് നാട്ടുവർത്താനവും കൊച്ചു വർത്താനവും ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ഇടയിൽ പിള്ളേർ ഇതാ വീണ്ടും ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റിയുടെ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ല. ദാപ്പനൊരു ചക്കയിലായിട്ട് വരുന്നുണ്ട്. പിള്ളേർ തുടങ്ങിയതേ ഉള്ളൂ. ഇതാ പിന്നെ എല്ലാവരും അങ്ങോട്ട് ഓണായിട്ടുണ്ട്.
അതിൻ്റെ ഇടയിലാണ് നല്ല പഴുത്ത ചക്ക ഇവിടെ കൊണ്ടിട്ടത്. അവിടെ ഇട്ടത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് മോനെ ഒരു വമ്പൻ സർപ്രൈസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പാറൂട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഇതെവിടെ സർപ്രൈസ് ആയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അങ്ങനെ ഒരു ബർത്ത്ഡേ കൂടി ഇതാ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ കേക്കൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞു. ഇതാ നമ്മുടെ പാറക്കുട്ടിയുടെ മുഖത്ത് ക്രീമൊക്കെ തേച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി സെലിബ്രേഷൻ കഴിഞ്ഞു. അതിനുശേഷം എന്താ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ടീമായിട്ട് എല്ലാവരും ഇതാ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഒരുമിച്ച് കൂടിയാൽ അവർക്ക് പിന്നെ വിട്ടുപോകാനേ തോന്നില്ല. കാരണം ഇപ്പം അവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് അടുത്ത മീറ്റിംഗ് എന്നൊന്നും അറിയില്ല. കാരണം സ്കൂൾ തുറക്കാനായി എല്ലാവരും ഇനി ഒരല്പം ബിസി ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ വീട് പയ്യന്നൂരാണ്. അവിടുന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം വൈകുന്നേരത്തോടടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും മാമിയും മക്കളും ഒക്കെ നേരെ പയ്യന്നൂരേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവരാണ് ആദ്യം ഇവിടുന്ന് ഇറങ്ങുന്നത്. ഗൗരിക്കുട്ടിക്കായിരുന്നു ഏറ്റവും ഭയങ്കര സങ്കടം. ഇടയ്ക്കൊരൽപ്പം ഗൗരിക്കുട്ടിയും അമ്മമ്മയും കരയും കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ അവരിനി നേരെ പയ്യന്നൂരേക്ക് പോവാണ്. അവരെ യാത്രയാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ കാറിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.